നിങ്ങൾ വേറെ ആൾ പറഞ്ഞോളി. ഇത് അങ്ങനെ കേസാ. അത് ശരി, ഒക്കെ ഞങ്ങൾ തീരുമാനിക്കണം എന്ന് പറഞ്ഞാല് അന്നങ്ങനെ പരിപാടി നമ്മളില്ല. നിങ്ങളെ ഭക്തോളം ഏറ്റവും വലിയ നേതാവിനെ ഞങ്ങൾ കൊണ്ടുപോകുമ്പോഴേ നമുക്ക് ഞങ്ങൾ ഞങ്ങളായിക്കുണ്ടാകുക. ഞാനേ ഉണ്ടാവുക, ഞാൻ മാത്രമേ ഉണ്ടാവും. വ്യവസ്ഥയാക്കാൻ ഞാൻ മാത്രമേ ഉണ്ടാകുക. ഇനി മാത്രം ആയിക്കോട്ടെ, അതിനൊന്നും നമുക്ക് വിഷയമല്ല. നമ്മൾ ഭൂമിയോളം നിങ്ങൾക്ക് മാണ്ടി ഈ പരിപാടി പങ്കെടുക്കാം. നമ്മൾ ഭൂമിയോളം വ്യവസ്ഥന്റെ കാര്യത്തിൽ എന്തിനാ തെറ്റുന്നത്? അല്ല, നിങ്ങൾ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നതിനനുസരിച്ച് ഇങ്ങനെ തെറ്റി ഇങ്ങനെ പോയിട്ട് അവസാനം പരിപാടി ക്യാൻസൽ ആക്കാനുള്ള ഏർപ്പാട് നിങ്ങൾക്ക് ബേജാറ് തുടങ്ങിയിരിക്കുന്നത്. അതിനെക്കൊണ്ട് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ളത് ലെറ്റർ പേഡിൽ എഴുതി തരണം. ഇതേ ലെറ്റർ പേഡുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ കളിച്ച്. അതുകൊണ്ട് സംഘടനാപരമായി എഴുതി തരണം. സംഘടന അധ്യക്ഷന്മാര് മുജീബിനാലിന്റെ കാരണങ്ങൾ കൊണ്ട് മുജീബിനെ പറ്റൂലാണ്. ലോകത്ത് ആദ്യമായിട്ട് ഉണ്ടാകുകയാണല്ലോ അത്. സാധാരണ 10 ആള് കൂടിയാൽ 10 ആളുകളെ ഭാഗത്തുനിന്ന് 10 ആൾ നമ്മളെ ഭാഗത്തുനിന്ന് കൂടിയാൽ അതിൽ 2 ആളെ തെരഞ്ഞെടുത്ത് മധ്യസ്ഥന്മാരാക്കലാണ് സാധാരണ പതിവ്. ഇത് പുതിയൊരു നയം എന്തേതാണ്? കേരളത്തിൽ ഒരുപാട് സംവാദ വ്യവസ്ഥകൾ നടന്നിട്ടുണ്ട്. ആ സംവാദ വ്യവസ്ഥകളുടെ ഒക്കെ ഒരു സ്വഭാവം മുജാഹിദ് പറയുന്ന മധ്യസ്ഥന്മാരെ സുന്നികൾ അംഗീകരിക്കുക, സുന്നി പറയുന്ന മധ്യസ്ഥനെ മുജാഹിദ് അംഗീകരിക്കുക എന്നുള്ളതല്ല. മറിച്ച് സുന്നികൾക്ക് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു മധ്യസ്ഥനും മുജാഹിദുകൾക്ക് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു മധ്യസ്ഥനുമാണ് ഉണ്ടാകാറുള്ളത്. ഇതാണ് കേരളത്തിലുടനീളം നടന്ന ഏത് സംവാദത്തിൻ്റെയും അതിൻ്റെ ചർച്ചകളുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത്. പരസ്പരം കൈമാറിയ KNM-ന്റെ ആളുകൾ കൈമാറിയ കത്തിൽ പോലും അവർ തന്നെ വെച്ചിരിക്കുന്നത് കേരള നദ്വത്തുൽ മുജാഹിദിൻ്റെ അവർ അവസാനമായി നൽകിയ കത്താണിത്. ഈ കത്തിൽ അവർ തന്നെ നമുക്ക് നൽകിയിട്ടുള്ളതിൽ അവർ പറഞ്ഞത് മധ്യസ്ഥന്മാർ മുഖേന സംവാദത്തിനുള്ള വ്യവസ്ഥ തയ്യാറാക്കാൻ 24/4/2010 26/4/2010 ഞങ്ങൾ തയ്യാറാണ്. ഇതിലാണ് 26/4/2010 ഇന്ന് സുന്നി പ്രവർത്തകന്മാർ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മധ്യസ്ഥന്മാർ മുഖേന എന്നാണ് ഇവിടെ എഴുതിയിട്ടുമുള്ളത്. അതുപ്രകാരം ഇത് ഒരു ചർച്ചക്കെടുക്കേണ്ടുന്ന ഒരു വിഷയം പോലുമല്ല. മധ്യസ്ഥൻ എന്ന ഒരു വിഷയത്തിൽ കേരളത്തിൽ ഒരുപക്ഷെ ഒരു സംവാദ വ്യവസ്ഥ അത് പിന്നെ ഇല്ലാതായിപ്പോയിട്ടുണ്ടോ എന്നത് തന്നെ ഒരു പരിശോധിക്കേണ്ട വിഷയമായിരിക്കും. അത്രത്തോളം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ അവർ ഇതിൽ കടുംപിടുത്തം അതിൽ കാണിച്ചതിൻ്റെ പിന്നിലെ താല്പര്യം എല്ലാവർക്കും വ്യക്തമാണ്. ആശയപരമായി ആദർശപരമായി ഒരു നിലക്കും അവർക്ക് അവരുടെ ആദർശം തെളിയിക്കാൻ കഴിയുകയില്ല എന്ന തികഞ്ഞ ബോധ്യം അവരുടെ മൗലൈമാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് ഒരു പിടിവള്ളിയിൽ വെച്ച് അത് പൊട്ടിക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷെ അത് കത്തുകളിലൂടെ പലപ്പോഴും കത്തുകൾ തിരഞ്ഞെടുത്ത് പല പിടിവാശികളും അവർ കൂട്ടിയിരുന്നു. ചിലപ്പോൾ കത്തിന് മറുപടി വൈകിച്ചിരുന്നു. അതെല്ലാം സുന്നി പ്രവർത്തകന്മാർ വളരെ ശ്രദ്ധാപൂർവം അതിനെ മറികടന്നു. അഥവാ അവർ കത്തിന് മറുപടി തരാതിരുന്നപ്പോൾ നിങ്ങൾ ഇത്രാം തീയതിക്കകം കത്തിന് മറുപടി തരണം എന്ന് വീണ്ടും കത്തയക്കേണ്ടുന്ന സാഹചര്യങ്ങളുണ്ടായി. കത്തുകളെല്ലാം ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അവർ പിന്നീടും കത്തുകൾ നൽകുന്നത്. മാത്രവുമല്ല, ഇത് സുന്നി പ്രവർത്തകന്മാർ അങ്ങോട്ട് മുജാഹിദുകളെ സംവാദത്തിന് വിളിച്ചതുമല്ല, അവരിങ്ങോട്ട് ഞങ്ങളെ പ്രവർത്തകരെ SF-ന്റെ ആളുകൾക്ക് കത്ത് നൽകിക്കൊണ്ട് സംവാദത്തിന് അങ്ങോട്ട് ക്ഷണിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഉണ്ടായ ഒരു സംഭവത്തിന് അവസാനം ഒഴിഞ്ഞു മാറാൻ മൗലൈമാരായ ആളുകൾ അവരുടെ അടുത്ത് എന്നപ്പോഴായിരിക്കും സാധാരണ പ്രവർത്തകന്മാർക്ക് ഇതിൻ്റെ പ്രയാസം അനുഭവപ്പെട്ടിട്ടുണ്ടാകുക. സാധാരണ പ്രവർത്തകർ മുജാഹിദ് മൗലൈമാരുടെ അടുത്ത് വലിയ തെളിവും പ്രമാണമൊക്കെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ട് കത്ത് കൊടുത്തതാ. അങ്ങനെ അവസാനം മൗലൈമാരെ സമീപിച്ച സമയത്ത് അവർ അവിടെ നിന്ന് നന്നായി അവർക്ക് നല്ല അതിൽ കിട്ടേണ്ടുന്നത് കിട്ടിയപ്പോൾ ഇനി എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറണം, അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കണം എന്നിടത്തെ കാര്യങ്ങൾ എത്തിക്കുകയും അവസാനം ആ നാട്ടുകാരനായ ഒരു മധ്യസ്ഥനെ തീരുമാനിക്കണമെന്ന് വന്നു. ആ നാട്ടുകാരൻ തന്നെ അവിടെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളുടെ സുന്നി പക്ഷത്ത് നിന്നൊരു മധ്യസ്ഥനെ മുജീബിനെ തീരുമാനിച്ചപ്പോൾ അവർ മുജീബിനെ പറ്റുകയില്ല മധ്യസ്ഥനായി എന്ന ഒരു പുതിയ വാദം, ലോകത്ത് ഇത്രയും വിചിത്രമായ, ഇതുവരെ ലോകത്ത് കേട്ടിട്ടില്ലാത്ത ഒരു